കോൺഗ്രസിന്റെ പ്രതിനിധി ഡോക്ടർ സോയ ജോസഫ് കൂടി ചേരുകയാണ്. ഡോക്ടർ സോയ, ഈ ഭരണഘടനാ ചർച്ച പ്രതിപക്ഷത്തിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ആവശ്യപ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടത്തിയത്. അവിടെ ഈ ഭരണഘടനാ ചർച്ചയിൽ വടികൊടുത്ത് അടി വാങ്ങിയ ഒരവസ്ഥ കോൺഗ്രസിന് വന്നു ഭവിച്ചു. അതാണ് ഇത്രമേൽ അസഹിഷ്ണുത കോൺഗ്രസ് പുലർത്താൻ കാരണം എന്നാണ് ബി.ജെ.പിയുടെ വാദം. പാർലമെന്റിൽ വലിയ അക്രമത്തിന് രാഹുൽ തന്നെ നേതൃത്വം നൽകുന്ന ഒരു കാഴ്ച പാർലമെന്റ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണ് ഇത്ര വലിയ അസഹിഷ്ണുതയ്ക്കിടയാക്കിയത്? നമുക്ക് അറിയാവുന്ന ഒരു 2024 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയൊരു പരിസരമുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ പാർലമെന്റിനകത്തും അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ. ആ ഒരു പരിസരത്തിന് വലിയ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തുടർച്ചയായ 2 തവണത്തെ നരേന്ദ്രമോദി സർക്കാരിനെ അപേക്ഷിച്ച് ഇത്തവണ വളരെ കൃത്യമായി ഒരു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യം ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ഒരു ശക്തമായ നിര പാർലമെന്റിനകത്തും പുറത്തും നിരന്തരമായ ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അത് നിരന്തരം ചർച്ചകളായിട്ടും സംവാദങ്ങളായിട്ടും മറ്റ് പലതരത്തിലും പാർലമെന്റിനകത്തുണ്ടാകുന്ന രാഹുൽ ഗാന്ധിയുടെയും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ ശരീരഭാഷ പോലും വലിയ രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് കഴിഞ്ഞ 10 വർഷത്തെയും ഈ 2024 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷവുമുള്ള അവരുടെ രീതികളും അവരുടെ അല്ലെങ്കിൽ നമുക്ക് അവരുടെ ശരീരഭാഷയിൽ പോലും വലിയ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് അത്തരത്തിലൊരു അസ്വസ്ഥതയുടെ ഭാഗമാണ്. ആർക്കാണ്? കോൺഗ്രസിന് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഭരണഘടനയെ പറ്റി സംസാരിക്കുമ്പോൾ എന്ത് അസ്വസ്ഥതയാണ് കോൺഗ്രസിന് ഉണ്ടാകുന്നത്? കാരണം ഈ രാജ്യത്ത് അത്തരമൊരു ഭരണഘടനയെ പറ്റി, ഇന്ത്യയുടെ ഭരണഘടനയെ പറ്റി ആധികാരികമായി ചർച്ച ചെയ്യാൻ എല്ലാ കാലത്തും അവകാശമുണ്ട് എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എന്തിന്റെ ബോധ്യത്തിലാണ് ഭരണഘടനയെ കുറിച്ച് നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറയുന്നത്? ഈ രാജ്യം അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകൾ കടന്നുപോയതാണ്. ആ ഓർമ്മപ്പെടുത്തലുകൾ വളരെ കൃത്യമായി പാർലമെന്റിന്റെ ഇരുസഭകളിലും അനാവൃതമാക്കപ്പെട്ടു. മറുപടിയില്ലായിരുന്നു കോൺഗ്രസിന്. അടിയന്തരാവസ്ഥയെ പറ്റി നമുക്ക് സംസാരിക്കാം. അടിയന്തരാവസ്ഥ മാത്രമല്ലല്ലോ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ 75 വർഷവും കടന്ന് അല്ലെങ്കിൽ 75 വർഷവും പിന്നിട്ട് ഇന്ത്യയുടെ ചരിത്രം മുന്നോട്ട് പോകുമ്പോ അടിയന്തരാവസ്ഥ മാത്രമല്ലല്ലോ ഈ രാജ്യത്തുള്ളത്. 47 സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഈ രാജ്യത്ത് നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം. അവരോട് കൃത്യമായി ഈ രാജ്യത്ത് പട്ടിണിയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിക്കണം. സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു എന്ന് ചോദിക്കണം. ഈ രാജ്യം കടന്നുപോയിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടേറിയ കൈപ്പേറിയ കാലഘട്ടത്തെ പറ്റി ചോദിക്കണം. അന്ന് അതൊക്കെ സ്വാഭാവികമാണ്. ഒരു കൊളോണിയൽ ഭരണകാലത്തിന് ശേഷം ജനാധിപത്യത്തിലേക്ക് ഒരു രാജ്യം കടക്കുമ്പോൾ അത് പിച്ചവെച്ച് നടക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയാണ്. അതൊക്കെ ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതൊക്കെ കടന്നു പോകുന്നു. നമ്മൾ അത്തരത്തിൽ 70 കൊല്ലം മുൻപുള്ള ചരിത്രം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ 50 കൊല്ലത്ത് മുൻപുള്ള അടിയന്തരാവസ്ഥ മാത്രമേ, അതായത് 10 വർഷത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നാണല്ലോ നിങ്ങൾ വിശേഷിപ്പിക്കുന്നത്. മോദി വന്നതിന് ശേഷമുള്ള 10 വർഷത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ രാജ്യം അനുഭവിച്ച പ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ ഓരോ കാര്യങ്ങളും പാർലമെന്റിൽ അനാവൃതമാക്കപ്പെട്ടപ്പോൾ കോൺഗ്രസ് ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഞാൻ പറയട്ടെ, എന്നെ പറയാൻ അനുവദിക്കും. നിങ്ങൾ രാജ്യത്തിന്റെ ചരിത്രം പറയുമ്പോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ സെലക്റ്റീവ് മെമ്മറി ഉപയോഗിക്കരുത്. അത് ബി.ജെ.പിക്കാർക്ക് അല്ലെങ്കിൽ സംഘപരിവാരക്കാർക്ക് അതേ നിവർത്തിയുള്ളൂ. കാരണം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ എവിടെയാണ് ബി.ജെ.പിയും സംഘപരിവാരവും സവർക്കറും ഒക്കെ നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ചരിത്രം പഠിക്കുന്ന ആളുകളാ. ഞാനും നിങ്ങളും ഒക്കെ ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകളാ. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരം വേണ്ട, ഈ രാജ്യത്തെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ പറ്റി ചർച്ച ചെയ്യേണ്ട, ഈ രാജ്യത്തെ പട്ടിണിയെ പറ്റി ചർച്ച ചെയ്യേണ്ട, 47കളിലും 50കളിലും പഞ്ചവത്സര പദ്ധതിയെ പറ്റി ചർച്ച ചെയ്യേണ്ട, ഗരീബി ഹട്ടാവിനെ പറ്റി ചർച്ച ചെയ്യേണ്ട, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ പറ്റി ചർച്ച ചെയ്യേണ്ട, കാർഷിക വിപ്ലവത്തെ പറ്റി ചർച്ച ചെയ്യേണ്ട, ധവള വിപ്ലവത്തെ പറ്റി ചർച്ച ചെയ്യേണ്ട, ഈ രാജ്യത്തെ എയിംസ് വന്നതിനെ പറ്റി, ഈ രാജ്യത്ത് അതിനുശേഷമുണ്ടായ ജലസേചന സൗകര്യങ്ങൾ, അണക്കെട്ടുകൾ, മറ്റു നിർമ്മാണങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇതൊന്നും ചർച്ച ചെയ്യേണ്ട. ഇതൊക്കെ ഉണ്ടാക്കിയ കാലത്ത് ഈ സംഘപരിവാരവും ബി.ജെ.പിയും ഒക്കെ എവിടെയായിരുന്നു എന്നുകൂടെ നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ പറഞ്ഞു വെക്കൂ. അതുകൊണ്ട് കോൺഗ്രസ് ഭരണഘടന ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസിന് എവിടെയാണ് ആധികാരികത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാജ്യത്തിന്റെ ചരിത്രം ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസിന് എവിടെയാണ് ആധികാരികത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളെ സംബന്ധിച്ച്
ഈ രാജ്യത്തിന്റെ ചരിത്രം അറിയുന്ന ആളുകളെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. ആ സംശയം നിങ്ങൾക്കുണ്ടാകും. കാരണം നിങ്ങൾ എടുക്കുന്ന സെലക്ടീവ് മെമ്മറി ഉപയോഗിച്ചല്ല ഞങ്ങൾ ചരിത്രം പഠിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രം, ഈ രാജ്യത്തിന്റെ ചരിത്രം കോൺഗ്രസിന്റെ കൂടെ ചരിത്രമാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ തന്നെയാണ് ഇത്തരം ഒരു ഫ്ലോറിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭരണഘടന ചർച്ച ചെയ്യുമ്പോൾ ആർക്കാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത്? അംബേദ്കറിനെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പ്രതിരോധിക്കേണ്ടി വരുന്നത് എന്നൊക്കെ കൃത്യമായി ഞങ്ങൾക്കറിയാം. കാരണം ഈ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത്, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് അല്ലയോ യുവാക്കളെ, എന്തിനാണ് നിങ്ങളുടെ യൗവനം പാഴാക്കരുതെന്ന് ചോദിച്ചത് ഞങ്ങളുടെ നെഹ്റുവോ പട്ടേലോ ഗാന്ധിയോ ഒന്നും ആയിരുന്നില്ല എന്ന് ചരിത്രം വീണ്ടും എന്നെ കൊണ്ട് അതുകൊണ്ട് BR അംബേദ്കർ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്, സോയ അടക്കം പഠിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി ആണ് എന്നാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി അത് മാറ്റിവെച്ചുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നെഹ്റുവിനെയാണ് ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്നത്. അംബേദ്കറെ യഥാർത്ഥത്തിൽ മറന്നുപോയത് ആരാണ്? അല്ല, ഞങ്ങൾ നെഹ്റുവിനെ മറന്നുപോയാലും അല്ലെങ്കിൽ ഞങ്ങൾ അംബേദ്കറെ മറന്നുപോയാലും ഒക്കെ ഓർമ്മിപ്പിക്കാൻ ഇവിടെ ആളുണ്ട്. കാരണം ആ ഓർമ്മപ്പെടുത്തലാണ് സോയ ഇന്ന് പാർലമെന്റിൽ ആ അസഹിഷ്ണുതയുടെ പുറത്ത് നടന്ന അക്രമ സംഭവങ്ങളുടെ മുഖ്യ കാരണം. BJPക്കും ഉള്ളതുപോലെ സെലക്ടീവ് മെമ്മറി ഉപയോഗിക്കേണ്ട ഗതികേട് കോൺഗ്രസിന് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചില്ല. കാരണം കഴിഞ്ഞ ദിവസം പോലും പാർലമെന്റിൽ പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത് നെഹ്റു ഈ രാജ്യത്തിനൊന്നും ചെയ്തിട്ടില്ല, നെഹ്റു ഈ രാജ്യത്തിന് വേണ്ടി, നെഹ്റു സംവരണ വിരുദ്ധനാണ്. നെഹ്റുവിനെ പറ്റി ഇപ്പോഴും എത്രയോ മൺമറഞ്ഞു പോയ അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നെഹ്റുവിനെ എങ്ങനെ യശസ്വരീരനാക്കുന്നത് നിങ്ങളുടെ പ്രധാനമന്ത്രിയോട് തന്നെ ചോദിക്കണം. എവിടെയാണ്, എന്തുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ നെഹ്റുവിനെ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ കാരണം. നെഹ്റുവിനെ BJP ഭയപ്പെടുന്നു എന്നാണല്ലോ അങ്ങ് പറഞ്ഞു വെക്കുന്നത്. ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങേക്ക് തുടരാം. അങ്ങനെ നെഹ്റുവിനെ ഭയപ്പെടേണ്ട ഒരു ഗതികേട് BJPക്ക് വന്നിട്ടുണ്ടോ ഇപ്പോൾ? നമുക്ക് ആരാണ് അംബേദ്കറെ അപമാനിച്ചതെന്നുള്ളതിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കാം. സോയ ചോദിച്ചു ആരാണ് നെഹ്റുവിനെ അംബേദ്കർക്ക് പകരം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചത് എന്ന്. ഈ 2024 ജനുവരി മാസത്തിൽ കോൺഗ്രസിന്റെ ഓവർസീസ് കോൺഗ്രസിന്റെ ചെയർമാൻ ആയിട്ടുള്ള സാം പിത്രോദ ചെയ്തിട്ടുള്ള ട്വീറ്റ്, ആ ട്വീറ്റിൽ പറയുന്നത് നെഹ്റു അംബേദ്കർ ആണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നുണ. ഇന്ത്യയുടെ ഭരണഘടന യഥാർത്ഥത്തിൽ നമുക്ക് തന്നത് നെഹ്റു ആണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയമ്പിൾ നിർമ്മിക്കുന്നത് തന്നെ നെഹ്റു ആണ്. ഈ ലെഗസി മുഴുവൻ അംബേദ്കർക്ക് കൊണ്ട് ചുമത്തി കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ചരിത്രത്തിലെ ഒബ്ജക്റ്റീവ് റെസല്യൂഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ ഉണ്ടല്ലോ. സോയ നമ്മളിപ്പോൾ ശംഖു ഒരു സെക്കൻഡ് ഇതിനോട് സോയയുടെ ഒരു മറുപടി ചോദിച്ചിട്ട് നമുക്ക് പോകാം. സാം പിട്രോഡ 2024 ട്വീറ്റ് ചെയ്ത ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഓണറിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹൂ കോൺട്രിബ്യൂട്ടഡ് മോർ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് പ്രിയാമ്പിൾ? നെഹ്റു, നോട്ട് അംബേദ്കർ. എന്താണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? അല്ല, ഇതിലെന്താണ് ഇത്ര അസ്വസ്ഥതപ്പെടാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് സത്യം വളച്ചൊടിക്കുന്നത് കൊണ്ടാണ് അസ്വസ്ഥതപ്പെടുന്നത്. എന്തുകൊണ്ടാണ് നെഹ്റുവിന് ഇതാണോ നിങ്ങളുടെ നിലപാട്? സാം പിത്രോദ മുന്നോട്ട് വെച്ച അംബേദ്കറെ പരിപൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഈ വാദത്തിനോട് സോയ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതൊക്കെ കേവലം വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളാണ്. നിങ്ങൾ നെഹ്റുവിനെ ഇകഴ്ത്താൻ വേണ്ടി അംബേദ്കറെ ഉയർത്തിക്കാട്ടുന്ന ഈ ഏറ്റവും മോശപ്പെട്ട തന്ത്രത്തിലൂടെയാണ് BJP കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇത്ര നെഹ്റുവിനെ ഭയപ്പെടുന്നത്? ശ്രീ ശങ്കുട്ടിദാസ്, സാം പിത്രോദ കോൺഗ്രസിന് എന്തായിരുന്നു, രാഹുൽ ഗാന്ധിക്ക് എന്തായിരുന്നു, സോണിയാഗാന്ധിക്ക് എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ശ്രീ ശങ്കുട്ടിദാസ്, അതൊന്നും നമുക്ക് ചർച്ച ചെയ്ത് പോകാം. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് സാം പിത്രോയുടെ സ്റ്റേറ്റ്മെന്റ് സോയ ഞാൻ വരാം. സോയ പൂർണ്ണമായും അതിലൊരു അസ്വാഭാവികത ഇല്ലെന്ന് പറയുകയാണ്. ഇനി ശങ്കുട്ടിദാസ് പറയട്ടെ. സാം പിത്രോദ ഇന്ദിരാഗാന്ധി മുതൽ നരസിംഹറാവിനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള കോൺഗ്രസിന്റെ എല്ലാ പ്രധാനമന്ത്രിമാരുടെയും ഉപദേഷ്ടാവായിരുന്ന ആളാണ്. അവരുടെ വലിയ ദേശീയ ഉപദേശക സമിതിയിൽ ഉൾപ്പെടെ കൈയാളിയിരുന്ന ആളാണ്. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന്റെ ദ്രാവിഡര് ആഫ്രിക്കക്കാരോടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എന്നുള്ള പരാമർശത്തിന്റെ പേരിൽ താൽക്കാലികമായിട്ട് ഇലക്ഷൻ സമയത്ത് മാറ്റി നിർത്തിയതിനു ശേഷം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഓവർസീസ് ചെയർമാൻ സ്ഥാനത്തേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ രാഹുൽ ഗാന്ധിയുടെ പോലും ഒരു പ്രിൻസിപ്പൽ അഡ്വൈസറായിട്ട് പ്രധാനപ്പെട്ട നയ ഉപദേശകനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ നിലപാട് കോൺഗ്രസിന്റെ നിലപാടല്ലെന്നൊന്നും പറയാൻ പറ്റില്ല, വ്യക്തിപരമായിട്ടുള്ള നിലപാടാണെന്നൊന്നും പറയാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് നെഹ്റു ആണോ അംബേദ്കർ ആണോ? യഥാർത്ഥത്തിൽ നെഹ്റു ആണ്, അംബേദ്കർ അല്ലാതെ. സോയ പറഞ്ഞത് എന്താണ്?
ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കൊണ്ടുവന്നത് നെഹ്റുവാണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പ്രിയമ്പിൾ ആയതെന്ന്. പക്ഷെ പ്രിയമ്പിൾ മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടന. പ്രിയമ്പിൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആമുഖം മാത്രമാണ്, ഡോർ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിരുന്നത് ഡോക്ടർ BN റാവു ആണ്. BN റാവു നേതൃത്വം 273 ആർട്ടിക്കിളുള്ള ഒരു ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ സമർപ്പിക്കുന്നു. അതൊരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നു. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ആ BR അംബേദ്കറുടെ നേതൃത്വത്തിലാണ് ഈ 395 ആർട്ടിക്കിളുകളും 22 പാർട്ടുകളുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്. പ്രിയമ്പിൾ മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് അംബേദ്കറിനേക്കാൾ അർഹത നെഹ്റുവിനാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിലിരിപ്പ് പുറത്താണ്. രണ്ടാമത്തെ കാര്യം, 2012 കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന NCERT ടെക്സ്റ്റ് ബുക്ക്, ആ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ഒരു കാർട്ടൂൺ എന്നത് വലിയ വിവാദമായിരുന്നു. സഭയിൽ തന്നെ ഉന്നയിക്കപ്പെടുകയും കപിൽ സിബൽ അതിന് മറുപടി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ കാർട്ടൂൺ പിൻവലിക്കേണ്ടി വന്നു. എന്തായിരുന്നു? ഒച്ചു പോലെ എഴയുന്ന ഒരു ഭരണഘടനയ്ക്ക് മുകളിൽ ഇരിക്കുന്ന അംബേദ്കർ, ആ അംബേദ്കറെ ചാട്ടവാറിന് അടിച്ചുകൊണ്ട് വേഗത്തിൽ സഞ്ചരിപ്പിക്കുന്ന നെഹ്റു. എന്താ പറഞ്ഞത്? ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് കൊടുത്തിട്ടുള്ള സമയം അത് ഒരുപാട് എക്സീഡ് ചെയ്തു. 3 വർഷത്തിന് മുകളിൽ സമയം എടുത്തു. അവസാനം നെഹ്റു തിരക്കൂട്ടിയിട്ടാണ് ഈ ഒച്ചിനെ കൊണ്ട് ഇങ്ങനെ എഴയിച്ചത്. അതായത് അംബേദ്കർ ചാട്ടക്കടിക്കുന്ന നെഹ്റുവിന്റെ ചിത്രമാണ് NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിപ്പിച്ചിരുന്നത് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത്. എന്നിട്ട് 2012 അത് പിൻവലിക്കേണ്ടി വന്നത്. 1950 ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ആദ്യത്തെ മന്ത്രിസഭയിൽ അംബേദ്കർ അംഗമായതെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ഒരു മന്ത്രിസഭയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റിസ് പാർട്ടിയിൽ നിന്ന് ഷൺമുഖം ചെട്ടിയും, ഹിന്ദു മഹാസഭയിൽ നിന്ന് ശ്യാം പ്രസാദ് മുഖർജിയും, പ്രജ്ഞത പാർട്ടിയിൽ നിന്ന് ബൽദേവ് സിംഗും ഒക്കെ ഉണ്ടായിരുന്ന മന്ത്രിസഭയിൽ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷന്റെ പ്രതിനിധിയായിട്ടാണ് BR അംബേദ്കർ വരുന്നത്. ആദ്യം BR അംബേദ്കറെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല. പിന്നീട് ജഗ്ജീവൻ റാം സർദാർ വല്ലഭായ് പട്ടേലുമായി സംസാരിച്ച് സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിയോട് സംസാരിച്ചിട്ടൊക്കെയാണ് അതിനുശേഷം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ചുമതലകൾ കൊടുക്കാതിരുന്നതും ഡിഫൻസ് കമ്മിറ്റിയിലോ ഫിനാൻസ് കമ്മിറ്റിയിലോ ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിലോ ഉൾപ്പെടുത്താതിരുന്നതും ഒക്കെ അംബേദ്കർ അദ്ദേഹത്തിന്റെ റെസിഗ്നേഷനിൽ പറയുന്നുണ്ട്. അംബേദ്കർ റിസൈൻ ചെയ്യുന്ന ഘട്ടത്തിൽ 1950 സെപ്റ്റംബറിലാണ് 2 പ്രധാനപ്പെട്ട രാജികൾ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഒന്ന് രാജാജി എന്ന് വിളിക്കുന്ന C രാജഗോപാലാചാരി, 2 ബാബാ സാഹിബ് എന്ന് വിളിക്കുന്ന BR അംബേദ്കർ. അന്ന് PC റോയ് നെഹ്റുവിന് കത്തയച്ചിട്ട് ചോദിച്ചു, 2 പ്രധാനപ്പെട്ട സ്റ്റാൾവാർട്സ് മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് സർക്കാരിന് ക്ഷീണം വരുത്തില്ലെന്ന്. PC റോയ്ക്ക് നെഹ്റു കൊടുത്തിട്ടുള്ള മറുപടി, രാജാജിയുടെ ഇറങ്ങിപ്പോക്ക് ഒരു പക്ഷെ ചെറിയ ക്ഷീണം വരുത്തിയേക്കാം, എന്നാൽ അംബേദ്കർ പോകുന്നത് ഒരു ആഘാതവും വരുത്തില്ല എന്നാണ്. 1951 ഈ പറയുന്ന BR അംബേദ്കർ ബോംബെ നോർത്ത് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം തോൽക്കുന്നുവെന്ന് നെഹ്റു പേഴ്സണലി ഉറപ്പുവരുത്തി. അദ്ദേഹത്തെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് പരാജയപ്പെടുത്താൻ വേണ്ടി അംബേദ്കറുടെ PA ആയിരുന്ന പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന നാരായൺ സബോഡ കജ്രോൾക്കറെ കൊണ്ട് അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രചരണത്തിന് നേരിട്ടും നെഹ്റു പങ്കെടുത്തു. 15,000 വോട്ടിന് അന്ന് അംബേദ്കർ പരാജയപ്പെട്ടു. എഡ്വിന മൗണ്ട്ബാറ്റൻ എഴുതിയിട്ടുള്ള കത്തിൽ നെഹ്റു പറഞ്ഞു, നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ വിജയം കൈവരിച്ചിരിക്കുന്നു, അംബേദ്കറെ നമുക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത്. 1954 ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടെന്നുള്ള ആഗ്രഹത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ഭണ്ഡാറിൽ നിന്ന് വീണ്ടും അദ്ദേഹം മത്സരിച്ചു. കോൺഗ്രസ് അതിശക്തമായിട്ടുള്ള പ്രചരണം അംബേദ്കർക്കെതിരെ നടത്തി. അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല. അദ്ദേഹം 3ാം സ്ഥാനത്ത് എത്തുന്നു ഉറപ്പുവരുത്തു. 1957 രണ്ടാമത്തെ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്ക് അംബേദ്കർ മരിച്ചു കഴിഞ്ഞിരുന്നു. അംബേദ്കർക്ക് മരണാനന്തരം പോലും ഭാരതരത്ന കൊടുക്കാൻ, രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി കൊടുത്ത് ആദരിക്കാൻ ഇവർ തയ്യാറായില്ല. 1955 നെഹ്റു സ്വന്തം മന്ത്രിസഭ അധികാരത്തിലിരുന്ന സമയത്ത് സ്വയം ഭാരതരത്ന എഴുതിയെടുത്തു. 1971 ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ഭാരതരത്ന എഴുതിയെടുത്തു. എന്നാൽ 1990 VP സിംഗിന്റെ നേതൃത്വത്തിൽ ജനതാദളുടെ മന്ത്രിസഭ, ഭാരതീയ ജനതാ പാർട്ടി കൂടി പിന്തുണച്ചിട്ടുള്ള നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് അംബേദ്കർക്ക് ഭാരതരത്ന കൊടുക്കുന്നത്. 40 വർഷം അംബേദ്കർക്ക് ഭാരതരത്ന കൊടുക്കണമെന്നുള്ള ചിന്ത പോലും ഇവർക്ക് ഉണ്ടായില്ല. അംബേദ്കറുടെ ചിത്രം, അംബേദ്കറുടെ പോർട്രേറ്റ് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെക്കുന്നത് BJP പിന്തുണച്ചിട്ടുള്ള നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് 1990 അധികാരത്തിൽ വന്നപ്പോഴാണ്. അംബേദ്കറിന്റെ പേരിലുള്ള ആദ്യത്തെ കോയിൻ നിലവിൽ വരുന്നത് BJP പിന്തുണച്ചിട്ടുള്ള നാഷണൽ ഫ്രണ്ടിന്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ്. ഇതൊന്നും കോൺഗ്രസ് ചെയ്തില്ലെന്ന് മാത്രമല്ല, കിട്ടുന്ന അവസരങ്ങളിൽ മുഴുവൻ ഇവർ അംബേദ്കറെ നിന്ദിക്കാനും നിരാകരിക്കാനും ഇകഴ്ത്താനുമുള്ള ഒരു അവസരം പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. 1950 രാജിവെക്കുമ്പോൾ അംബേദ്കർ നടത്തുന്ന പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിന്റെ ചരിത്രം പറയേണ്ടതാണ്. കാരണം രാജിവെക്കുന്ന മന്ത്രിക്ക് സഭയിൽ വന്നിട്ട് അതിന് രാജിയുടെ കാര്യം വിശദീകരിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ അംബേദ്കർ രാജിയുടെ കാര്യം വിശദീകരിക്കാൻ വന്നപ്പോൾ സ്പീക്കർ അദ്ദേഹത്തിന് അനുമതി നിഷേധിച്ചപ്പോ അംബേദ്കർ പറഞ്ഞു, എനിക്ക് അതിനുള്ള അർഹതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ആദ്യം എഴുതി തരണം, പ്രസംഗം എഴുതി തരണം, പരിശോധിച്ചതിന് ശേഷം മാത്രമേ സംസാരിക്കാൻ സമ്മതിക്കുള്ളൂ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കൊടുത്തപ്പോ നെഹ്റുവിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ്. അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ ലെറ്റർ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, നെഹ്റുവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പ്, എങ്ങനെയാണ് തനിക്ക് അപ്രധാനമായിട്ടുള്ള വകുപ്പ് തന്നത്, പോളിസി ഡിസിഷൻസിൽ ഇടപെടാനുള്ള അവസരം തരാതിരുന്നത്, തന്നെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ്
പാർലമെന്റിന്റെ ചുമതല തന്നെ ഏൽപ്പിക്കാമെന്ന് പറയുന്ന വാഗ്ദാനം നെഹ്റു നിരസിച്ചത് പിന്നീട് പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഫോറിന്റെയും ഡിഫൻസിന്റെയും അതേപോലെ തന്നെ ഫിനാൻസിന്റെയും കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ തന്നെ ഉൾപ്പെടുത്താതിരുന്നത് ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിരുന്ന തനിക്ക് ഫിനാൻസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അതിനെ നിരാകരിച്ചത് കമ്മിറ്റികൾ ആദ്യം തീരുമാനം എടുക്കുകയും പിന്നീട് അത് ക്യാബിനറ്റിനെ കൊണ്ട് അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന ഏകാധിപത്യ പ്രവണത കൊണ്ടുവന്നത് ഇരുമ്പ് കർട്ടനുള്ളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനം ഉണ്ടാക്കിയത് വിദേശ നയം എന്ന് പറയുന്നത് നെഹ്റുവിന്റെ സ്വകാര്യ വകുപ്പായത് നമ്മൾ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എല്ലാ രാജ്യങ്ങളും നമ്മുടെ മിത്രങ്ങളായിരുന്നു. 4 കൊല്ലം കൊണ്ട് എല്ലാ രാജ്യങ്ങളെയും നമ്മുടെ ശത്രുക്കളാക്കി മാറ്റിയതാണ് നെഹ്റുവിന്റെ ഫോറിൻ പോളിസി എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. മാത്രമല്ല ഷെഡ്യൂൾ കാസ്റ്റുകളോടുള്ള തീർത്തും അവഗണനാപരമായിട്ടുള്ള പെരുമാറ്റം 4 വർഷമായിട്ടും ഷെഡ്യൂൾ കാസ്റ്റ് കമ്മീഷൻ ഉണ്ടാക്കാൻ തയ്യാറാവാതിരുന്നിട്ടുള്ള നെഹ്റുവിന്റെ നിരാസം അത് താൻ തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്തില്ലെന്ന് മാത്രമല്ല മുസ്ലിം വിഭാഗത്തോട് മാത്രം താല്പര്യം കാണിക്കുന്നു. ആർ മുസ്ലിംസ് ദ ഓൺലി കമ്മ്യൂണിറ്റി ദാറ്റ് റിക്വയർസ് പ്രൊട്ടക്ഷൻ ഡസൻ ഷെഡ്യൂൾ കാസ്റ്റ് ഓഫ് ദിസ് ഇന്ത്യ റിക്വയർസ് പ്രൊട്ടക്ഷൻ എന്ന് അംബേദ്കർ അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ ലെറ്ററിൽ ചോദിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ സംരക്ഷണം വേണ്ട വിഭാഗം മുസ്ലിങ്ങൾ മാത്രമാണോ? ഈ പട്ടികജാതി വിഭാഗങ്ങൾക്ക് സംരക്ഷണം വേണ്ടാന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ആ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നില്ല, ഒരു നടപടി സ്വീകരിക്കുന്നില്ലെന്ന് രൂക്ഷമായിട്ട് വിമർശിക്കുന്നു. 3 ഹിന്ദു കോഡ് ബില്ലുമായിട്ടുണ്ടായിരുന്ന നെഹ്റുവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈ 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അംബേദ്കർ രാജിവെക്കുന്നത്. ഇതിന്റെ ശത്രുത അംബേദ്കർ നെഹ്റുവിന്റെ ചൊൽപ്പടിക്ക് നിന്നില്ലെന്നും അദ്ദേഹത്തെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കാൻ തയ്യാറായതുള്ള ശത്രുത അംബേദ്കറോട് ഇവർക്ക് അധികാരമുള്ള സമയത്തെല്ലാം ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അംബേദ്കറുടെ പേരിൽ ഈ നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന പ്രവർത്തനം വന്നത് പോലും BJPയുടെ NDA സർക്കാർ അധികാരത്തിൽ വന്നിട്ടാ. അംബേദ്കറുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് 5 സ്മാരകങ്ങൾ, പഞ്ചതീർത്ത് എന്ന് പറയുന്ന ജന്മഭൂമി, ശിക്ഷാഭൂമി, ദീക്ഷാഭൂമി, മഹാപരിനിർവാൺ ഭൂമി, അതേപോലെ തന്നെ ചൈത്യഭൂമി, ഈ 5 പ്രോപ്പർട്ടികളും ഏറ്റെടുത്തിട്ട് അംബേദ്കർക്ക് ഉചിതമായിട്ടുള്ള സ്മാരകങ്ങൾ നിർമ്മിച്ചത് BJPയുടെ സർക്കാർ അധികാരത്തിൽ വന്നിട്ടാ. കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ അംബേദ്കറുടെ ലെഗസി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് പ്രവർത്തനമാണ് ചെയ്തതെന്ന് വിശദീകരിക്കേണ്ട ബാധ്യത ഇവർക്കുണ്ട്.